അപ്പൊ നമ്മൾ പറയാൻ പോണത് Oparin-Haldane hypothesis ആണ്, അല്ലെങ്കിൽ Oparin-Haldane theory. So Oparin and Haldane, they are two scientists who explain the origin of life on Earth. In their opinion, they explain the origin of life on Earth, and that opinion is called Oparin-Haldane hypothesis. So they say that Earth is in a highly reduced state. So during that condition, the Earth contains mainly 4 elements. That is for biological entity or biological element, and that is one is methane gas, and second one is ammonia, NH3, and third one is hydrogen, H2 gas, and fourth one is H2O in vapor, because even though the temperature of uh, primitive Earth decreases during the commencement of life on Earth, even though that during that condition also the temperature will be nearly 1000 degrees C, or just below the 1000 degrees Celsius. So in that condition, H2O can exist only in the form of vapor. So അങ്ങനെയുള്ള സമയത്ത് ആ 4 gases, so that 4 gases united, that 4 gases undergo reaction with each other in presence of a particular climatic condition, and also in presence of energy. That energy may be lightning. They say that energy is a lightning source. So during that condition, that four entity, biological entity, undergo chemical reaction and transform into amino acids, lipid molecule, nucleotide, etc. So this is their hypothesis. That hypothesis is called Oparin-Haldane hypothesis. Oparin-Haldane പറയുന്നത് ഈ 4 ബയോളജിക്കൽ എൻറ്റിറ്റി ആയ മീഥൈനും, അതുപോലെ ഹൈഡ്രജൻ ഗ്യാസും, അതുപോലെ തന്നെ അമോണിയയും, അതുപോലെ തന്നെ വാട്ടർ വേപ്പറും എല്ലാം പരസ്പരം റിയാക്ട് ചെയ്തു. ഈ എർത്തിലെ പെർട്ടിക്കുലർ കണ്ടീഷനിൽ വെച്ചിട്ട് എനർജി ലൈറ്റനിങ് ആണ്. അങ്ങനെ റിയാക്ട് ചെയ്തിട്ടുണ്ടായതാണ് അമിനോ ആസിഡുകളും ന്യൂക്ലിയോടൈഡുകളും ലിപ്പിഡുകളും എല്ലാം. ഓക്കെ, അങ്ങനത്തെ ചെറിയ ലിവിങ് അല്ലെങ്കിൽ ബയോട്ടിക് മോളിക്യൂൾസ്, അങ്ങനത്തെ ചെറിയ ബയോട്ടിക് മോളിക്യൂൾസ്, ബയോമോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ട് ലാർജ് ബയോമോളിക്യൂൾസ് ആയ മാക്രോ മോളിക്യൂൾസ് ആയി, അഥവാ പ്രോട്ടീന്, അതുപോലെ ന്യൂക്ലിക് ആസിഡ് ആയ DNA, RNA, ലാർജ് ലിപ്പിഡ്സ്, ഫാറ്റുകൾ, അങ്ങനെയൊക്കെ ആയി മാറി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയുള്ള ലാർജ് മാക്രോ മോളിക്യൂൾ വീണ്ടും ക്ലസ്റ്റർ ചെയ്തിട്ടാണ് ഒരു ബയോളജിക്കൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ബയോളജിക്കൽ ലിവിങ് ഓർഗാനിസം ആയത്, അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസം ആയത് എന്നാണ് പറയപ്പെടുന്നത്. അതാണ് Oparin-Haldane ഹൈപ്പോതെസിസ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത്, ആ Oparin-Haldane ഹൈപ്പോതെസിസിനെ എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്തു. യുറേ എന്ന് പറയുന്ന സയന്റിസ്റ്റും മില്ലർ എന്ന് പറയുന്ന സയന്റിസ്റ്റും അതിനെ എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്തു. Oparin-Haldane ഹൈപ്പോതെസിസ് പറയുന്ന കാര്യങ്ങളാണ് ഈ സ്ലൈഡിൽ താഴെ കാണുന്നത്. നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ കാണാം. ഓക്കെ, ഇതാ രണ്ടാമത്. ഇതിൽ നിങ്ങൾക്ക് കാണാം പ്രൈമോഡിയൽ സൂപ്പ് എന്ന് പേര് കൊടുത്താൽ കാണാം അല്ലെ. അങ്ങനെ ചെറിയ ചെറിയ അമിനോ ആസിഡുകളും ന്യൂക്ലിയോടൈഡുകളൊക്കെ കൂടിച്ചേർന്ന് ഒരു ലാർജ് കോംപ്ലക്സ് ആയ കോമ്പൗണ്ട് ആയി മാറി. ആ കോംപ്ലക്സ് ആയ കോമ്പൗണ്ടുകൾ എവിടെ അക്യുമുലേറ്റ് ചെയ്തു? വാട്ടർ ബോഡീസ്, ജലാശയങ്ങളുടെ തൊട്ടടുത്താണ് അക്യുമുലേറ്റ് ചെയ്ത്. അപ്പൊ അതിന് വിളിച്ച പേരാണ് പ്രൈമോഡിയൽ സൂപ്പ് എന്നൊക്കെ വിളിച്ചത്. ഓക്കെ, ഇനി ഇതാണ് ഒന്ന് വായിച്ചു നോക്കാം. Oparin-Haldane ഹാൾഡേനും കൺസെപ്റ്റ് ചെറിയ വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. അതാ പറഞ്ഞത്, ചെറിയ വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. Oparin പറഞ്ഞത് ഈ മാക്രോ മോളിക്യൂൾസ് കോളനീസ് ആയിട്ട് നിൽക്കും എന്നാണ് പറഞ്ഞത്. എന്നാൽ ഹാൾഡേൻ പറഞ്ഞത് അത് കോളനീസ് ആയി നിൽക്കുന്നുണ്ടെങ്കിലും അതൊരു കോമൺ മെംബ്രെയിന്റെ അകത്തായിട്ടാണ് നിൽക്കുക. ഇനി നമ്മൾ Oparin-Haldane കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് വേറൊരാളുടെ വ്യൂവില് ഫ്യൂച്ചറിൽ പിന്നീട് ബാക്കി അതിനുശേഷം Oparin-Haldane ഹൈപ്പോതെസിസ് ശേഷം വന്ന സയന്റിഫിക് കമ്മ്യൂണിറ്റീസ് അതിനെ
അനലൈസ് ചെയ്തതിന് ശേഷം അവർ ഉള്ള ഒരു കൺക്ലൂഷനിൽ എത്തി എന്താ വെച്ചാൽ മനസ്സിലാക്കുക, ഭൂമി എന്ന് പറഞ്ഞാൽ ഒപ്പാരിൻ ഹാൽഡൻ ഹൈപ്പോത്തസിസിൽ ഒപ്പാരിൻ ഹാൽഡനും പറഞ്ഞ പോലെ ഹൈലി റെഡ്യൂസ്ഡ് സ്റ്റേറ്റിലൊന്നും ആയിരുന്നില്ല. ഓക്കെ, അതുകൊണ്ട് ചെറിയ അളവിലൊക്കെ ഓക്സിജൻ ഉണ്ടായിരുന്നു, ഹൈലി റെഡ്യൂസ്ഡ് സ്റ്റേറ്റിലൊന്നല്ല. ഓക്കെ, അങ്ങനെ റെഡ്യൂസ്ഡ് സ്റ്റേറ്റ് അല്ലാത്തത് കൊണ്ട് ആ ആശയം കറക്റ്റ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒപ്പാരിൻ ഹാൽഡൻ ഹൈപ്പോത്തസിസ് പറഞ്ഞ ഒരു കാര്യം സത്യമാണ്, എന്ത്, എപ്പോഴും ലൈഫ് ഒറിജിനേറ്റ് ചെയ്ത് ഭൂമി ലൈഫ് ഒറിജിനേറ്റ് എല്ലാവരും വിശ്വസിക്കുന്നത് ലൈഫ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലൂടെ തന്നെയാണ്. അതെങ്ങനെ? ആദ്യം ചെറിയ ചെറിയ മൈക്രോ മോളിക്യൂൾസുകൾ ഉണ്ടായി, മൈക്രോ മോളിക്യൂൾസ് കൂടി ചേർന്ന് മാക്രോ മോളിക്യൂൾസ് ആയ പ്രോട്ടീനും ലിപ്പിഡും അമിനോ ആസിഡുകളൊക്കെ ഉണ്ടായി. ആ മാക്രോ മോളിക്യൂൾസ് കൂടി ചേർന്നിട്ടാണ് ഒരു സെല്ലിന്റെ രൂപത്തിലേക്ക് എത്തിയത് എന്നാണ് ഒപ്പാരിൻ ഹാൽഡൻ ഹൈപ്പോത്തസിസ് പറഞ്ഞത്. അത് തന്നെയാണ് എല്ലാ സയന്റിഫിക് കമ്മ്യൂണിറ്റിയും വിശ്വസിക്കുന്നത്. അപ്പൊ ആ ഒപ്പാരിൻ ഹാൽഡൻ ഹൈപ്പോത്തസിസിലെ ഈ കാര്യങ്ങൾ ഇപ്പോഴും എല്ലാവരും അംഗീകരിച്ച ഒരു കാര്യമാണ്. ഇപ്പോഴും ലൈഫിന്റെ ഒറിജിൻ എങ്ങനെയാണെന്ന് 100% സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഓക്കെ, എല്ലാവരുടെയും ഒരു അസംപ്ഷൻ മാത്രമാണ് ഇപ്പോഴുള്ളത്. ഓക്കെ, ഇനി ഒപ്പാരിൻ ഹാൽഡൻ ഹൈപ്പോത്തസിസ് പറഞ്ഞ് ലൈഫ് ഉണ്ടായത് ഇനോർഗാനിക് കോമ്പൗണ്ട് ആയ ഹൈഡ്രജനും അമോണിയയും അതുപോലെ തന്നെ വാട്ടർ വേപ്പറും അതുപോലെ തന്നെ മീഥേൻ ഗ്യാസ് ഒക്കെ കൂടി ചേർന്നിട്ട് ആദ്യം മൈക്രോ മോളിക്യൂൾസ് ആയ അമിനോ ആസിഡ് ഒക്കെ ഉണ്ടായി, പിന്നെ മാക്രോ മോളിക്യൂൾസ് ആയ പ്രോട്ടീനും അതുപോലെ തന്നെ ന്യൂക്ലിയോടൈഡ് ഒക്കെ ഉണ്ടായി. അത് അഗ്രിഗേറ്റ് ചെയ്തിട്ട് കോമൺ മെംബ്രെയിൻ്റെ അകത്തോ അല്ലാതെയോ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെയാണ് ഒപ്പാരിനും ഹാൽഡനും പറഞ്ഞത്. ഇനി ആ ഒപ്പാരിൻ ഹാൽഡൻ ഹൈപ്പോത്തസിസിനെ പ്രൂവ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് 1953 യുറേ എന്ന് പറയുന്ന ഹെറോൾഡ് യുറേ ആൻഡ് സ്റ്റാൻലി മില്ലർ. അത് നമ്മൾ പോപ്പുലറായി അറിയപ്പെടുന്നത് യുറേ മില്ലർ എക്സ്പെരിമെന്റ് എന്നാണ്. അവരുടെ ഫുൾ നെയിം ആണ് സ്റ്റാൻലി മില്ലർ ആൻഡ് ഹെറോൾഡ് യുറേ. അവരാണ് അത് ഒപ്പാരിൻ ഹാൽഡനും പറഞ്ഞ ഹൈപ്പോത്തസിസ് ശരിയാണെന്ന് തെളിയിച്ചത്. അവർ തെളിയിച്ചത് ഒരു എക്സ്പെരിമെന്റിലൂടെയാണ്. അപ്പൊ അവർ എക്സ്പെരിമെന്റിന് അവർ യൂസ് ചെയ്തത് എന്താ വെച്ചാൽ മനസ്സിലാക്കുക, ഒപ്പാരിൻ ഹാൽഡൻ പറഞ്ഞ അതേ എൻവയോൺമെന്റ് അവർ ചെയ്തത് 4 ഇനോർഗാനിക് എലമെന്റ് ആയ വാട്ടർ വേപ്പർ, അമോണിയ, മീഥേന്, ഹൈഡ്രജനും യൂസ് ചെയ്തു. എന്നിട്ട് അവർ എന്ത് ചെയ്തു, എർത്തിൽ ലൈഫ് ഒറിജിനേറ്റ് ചെയ്യുമ്പോൾ അതേ എൻവയോൺമെന്റ് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് എനർജി നമ്മൾ പറഞ്ഞല്ലോ, ഈ 4 ഇനോർഗാനിക് എലമെന്റ് പരസ്പരം റിയാക്ട് ചെയ്യും എനർജിയുടെ സഹായത്തോടു കൂടി. ലൈറ്റ് എന്ന് പറഞ്ഞില്ലേ, അതിന് പകരം അവർ ഇലക്ട്രിക് സ്പാർക്കും കൊടുത്തു. ലൈറ്റ് എന്ന് പകരമായിട്ട് ഇലക്ട്രിക് സ്പാർക്ക്. ആ സെറ്റിംഗ്സ് ആണ് ഇത്. കണ്ടോ, 4 H2O ഇവിടെ ഈ ബോൾ പോലത്തെ ഭാഗം, എന്റെ കഴ്സർ മൂവ് കാണാം, ഈ ബോൾ പോലത്തെ ഭാഗം കണ്ടോ, അതിന്റെ അകത്ത് H2O, മീഥേന്, അമോണിയ, ഹൈഡ്രജൻ ഇട്ട് അവിടെ ഇലക്ട്രിക് സ്പാർക്ക് കൊടുത്ത് കാഥോഡ് മാനോടൊക്കെ വെച്ച് ഇലക്ട്രിക് സ്പാർക്ക് കൊടുത്തു. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്തു, ഗ്യാസ് ഇൻലെറ്റ് ആണ്. കണ്ടോ, ഇത് ഇങ്ങോട്ട് ഈ ഗ്യാസ് നിറച്ചതാണ്. ഓക്കെ, പോട്ടെ. ഇനി ഇതിന്റെ താഴെ കണ്ടോ, അത് വാട്ടർ ആണ്. ഓക്കെ അല്ലെ, വാട്ടർ ആണ്. ഓക്കെ അല്ലെ. എന്നിട്ട് അവിടെ ഹീറ്റ് ചെയ്യുമ്പോൾ വാട്ടർ എന്തായി മാറും, വേപ്പർ ആയി മാറും. അങ്ങനെ വാട്ടറും കിട്ടി അല്ലെ. അത് എർത്തിൽ ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കൊടുത്തൊരു കണ്ടീഷൻ. ഇങ്ങനെ കൊടുത്തപ്പം ഇവർക്ക് എന്ത് കിട്ടി, ഇങ്ങനെ കൊടുത്ത് മണിക്കൂറുകൾ വെയിറ്റ് ചെയ്തു അല്ലെ, ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് അവർ വെയിറ്റ് ചെയ്തപ്പോൾ അവർക്ക് എന്ത് കിട്ടി, അവർ ഈ ലിക്വിഡ്, ഈ താഴെയുള്ള വാട്ടർ അവരെന്ത് ചെയ്തു, ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിൽ അമിനോ ആസിഡിന്റെ പ്രസൻസും അമിനോ ആസിഡുകളും ലിപ്പിഡുകളുടെ ഒക്കെ പ്രസൻസ് അവർ കണ്ടെത്തി. അതിന്റെ അർത്ഥം അമിനോ ആസിഡുകളും ലിപ്പിഡൊക്കെ ഇങ്ങനെ എർത്തിന്റെ അങ്ങനത്തെ കണ്ടീഷനിൽ ഈ 4 ഗ്യാസസ് റിയാക്ട് ചെയ്താൽ കിട്ടുന്നുണ്ട് എന്നർത്ഥം. അപ്പൊ അതിനർത്ഥം എർത്തിൽ ഈ ഒപ്പാരിൻ ഹാൽഡൻ ഹൈപ്പോത്തസിസ് പറഞ്ഞതുപോലെ കിട്ടും. ഒപ്പാരിൻ ഹാൽഡൻ ഹൈപ്പോത്തസിസ് പറഞ്ഞ പോലെ എർത്തിന്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് റെഡ്യൂസ്ഡ് സ്റ്റേറ്റ് ആയ എർത്തിൽ ഈ 4 ഗ്യാസ് ഉണ്ടായിരുന്നു. അത് ആ ലൈറ്റിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്താൽ ഇങ്ങനെ കിട്ടും എന്ന് മനസ്സിലായി. പക്ഷേ അങ്ങനെ തന്നെയാണ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയാൻ പറ്റൂല. ഒപ്പാരിൻ ഹാൽഡൻ ഹൈപ്പോത്തസിസ് പറഞ്ഞ ഒരു കാര്യം പ്രൂവ് ചെയ്തു, അത് എക്സ്പെരിമെന്റ് ചെയ്തിട്ട്, പക്ഷെ അല്ലാത്ത രീതിയിലും ലൈഫ് ഉണ്ടാകാം, അത് പറയാൻ പറ്റൂല. അപ്പൊ ഇതില് അപ്പൊ യുറേ മില്ലർ എക്സ്പെരിമെന്റ് എന്താ വെച്ചാൽ മനസ്സിലാക്കാം, ഒപ്പാരിൻ ഹാൽഡൻ ഹൈപ്പോത്തസിസ് ഊഹിച്ച്, അല്ലെങ്കിൽ ഒപ്പാരിൻ ഹാൽഡനും അവരുടെ ഊഹങ്ങൾ കൊണ്ടും ചില എവിഡൻസ് കൊണ്ടും അവര് ഒരു കൺക്ലൂഷനിൽ എത്തിയിരുന്നു. ആ കൺക്ലൂഷനിൽ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് എന്ന് സയന്റിഫിക്കലി പ്രൂവ് ചെയ്തു. അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്, എർത്ത് ഉണ്ടായത്, എർത്തിൽ ലൈഫ് ഉണ്ടായത് എന്ന് പറയാൻ പറ്റില്ല. വേറെ രൂപത്തിൽ ഉണ്ടാകാം, അത് പറയാൻ പറ്റില്ല. അതാണ് ഇവിടുത്തെ ആശയം. അത് അതിന്റെ നോട്ട്സ് ആണ്. കണ്ടോ, ഒപ്പാരിൻ ഹാൽഡൻ ഹൈപ്പോത്തസിസ്. ഇതാണ് ആ നോട്ട്സ്. ഇതാണ് ആ കൺസെപ്റ്റ്, ഒപ്പാരിൻ ഹാൽഡൻ ഹൈപ്പോത്തസിസിന്റെ കൺസെപ്റ്റ്. ഓക്കെ,
ഇനി ഈ ഒപ്പാരൻ ഹാൾഡൻ ഹൈപ്പോത്തസിസ് എടുത്താല് ഒപ്പാരൻ ഹാൾഡൻ ഹൈപ്പോത്തസിസിന്റെ പ്രൂഫ് ആണ് യുറേ മില്ലർ എക്സ്പെരിമെന്റ്. പക്ഷെ യുറേ മില്ലർ എക്സ്പെരിമെന്റിൽ എന്ത് കിട്ടിയിട്ടില്ല? DNA ന്യൂക്ലിയോടൈഡുകൾ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം അത് യുറേ മില്ലർ എക്സ്പെരിമെന്റിൽ 100% കൺഫർമേഷൻ കൊടുക്കുന്നില്ല. യുറേ മില്ലർ എക്സ്പെരിമെന്റിൽ DNA കിട്ടുന്നില്ല. അതുകൊണ്ട് എന്നാൽ ഒപ്പാരൻ ഹാൾഡൻ ഹൈപ്പോത്തസിസ് പറഞ്ഞ് ഷുഗറും ലിപ്പിഡും ഓർഗാനിക് കോമ്പൗണ്ടും അമിനോ ആസിഡും കിട്ടുന്നതിന്റെ കൂടെ ഇതുപോലെ DNA ഒക്കെ ഉണ്ടാകുന്നുണ്ട് എന്ന് ഒപ്പാരൻ ഹാൾഡൻ ഹൈപ്പോത്തസിസ് പറയുന്നുണ്ട്. എന്നാൽ അതിൽപ്പെട്ട DNA അതുപോലെ തന്നെ പ്രോട്ടീനും മിസ്സിംഗ് ആണ്. അമിനോ ആസിഡും ഷുഗറും ലിപ്പിഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതാണ് ഇവിടുത്തെ ആശയം. ഇനി യുറേ മില്ലർ എക്സ്പെരിമെന്റ് മീനിങ് ഫുൾ ആണോ അല്ലേ എന്നാണ് അടുത്ത ചോദ്യം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, യുറേ മില്ലർ എക്സ്പെരിമെന്റ് പറയുന്നത് അത് ഒപ്പാരൻ ഹാൾഡൻ ഹൈപ്പോത്തസിസിന്റെ ആ ഹൈപ്പോത്തസിസ് പ്രൂവ് ചെയ്യണം. പക്ഷെ അതെല്ലാം പ്രൂവ് ചെയ്യുന്നില്ല. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ന്യൂക്ലിയോടൈഡുകളൊക്കെ DNA അതുപോലെ തന്നെ പ്രോട്ടീനുകളും യുറേ മില്ലർ എക്സ്പെരിമെന്റിലെ പ്രൂഫിലൂടെ അവർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അവർക്ക് അമിനോ ആസിഡുകളും ഷുഗേഴ്സും ലിപ്പിഡുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് 100% ശരിയാണ് എന്ന് പറയാൻ പറ്റൂല. ഓക്കെ, പക്ഷെ ചില അമിനോ ആസിഡുകൾ കൂടി ചേർന്നാൽ പ്രോട്ടീൻ പിന്നീട് ഉണ്ടാകും എന്നൊക്കെ തെളിയിക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ അല്ലെ? ഇതാണ് യുറേ മില്ലർ എക്സ്പെരിമെന്റ്. ഇനി നമ്മൾ പറയേണ്ടത് ഒറിജിൻ ഓഫ് പ്രൊകാരിയോട്ട് ആൻഡ് യൂകാരിയോട്ട് ആണ്. അത് നമ്മൾ പറയും. ഓക്കെ,